ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ടിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ബാക്കി കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ യൂട്യൂബിൽ ആദ്യമായിട്ട് കാണുന്നവർക്കും വേണ്ടിയിട്ട് ഞാൻ പറയാം. ഇതെൻ്റെ ഫാദറാണ്. 5.3 ഉള്ള ആൾ ഹൈറ്റ്, കഷ്ടി 5.3 ഉള്ളൂ. ആൾ ഈ ബൈക്ക് സുഖമായിട്ട് ഓടിച്ച് നടക്കും. ഇതിൻ്റെ ബാക്ക് സസ്പെൻഷൻ നല്ല സോഫ്റ്റാണ്, അതുകൊണ്ട് തന്നെ കയറിയിരിക്കുമ്പോൾ തന്നെ വണ്ടി താഴും. ഈ ബൈക്കിൻ്റെ താഴത്തില്ല, കാര്യം ഈ ബൈക്കിൻ്റെ ബാക്ക് സസ്പെൻഷൻ്റെ ഹാർഡ്നെസ് ഞാൻ കൂട്ടിയിട്ടേക്കുവാണ്. നിങ്ങൾക്കത് സോഫ്റ്റ് ആക്കിയിട്ടാൽ നിങ്ങൾ കയറിയിരിക്കുമ്പോൾ താഴും. മെയിനായിട്ട് വേണ്ടിയിട്ട് കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈറ്റ് കൂടി വണ്ടി ഓടിക്കാൻ പറ്റും. ഇറ്റ്സ് മീ വൈപ്പ് പൈലറ്റ്. കുറച്ച് കാലമായി നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നു, ബൈക്കൊക്കെ ഓടിക്കുന്നുണ്ട്, കുറേ റൈഡൊക്കെ പോകുന്നുണ്ട്, വണ്ടികളൊക്കെ എടുക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എടുത്ത വണ്ടിയാണ് RTX 300. ഇതെടുക്കാനുള്ള കാരണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വണ്ടിയുടെ ഹൈറ്റിനെ പറ്റിയാണ്. ഹൈറ്റ് കൂടിയ വണ്ടിയാണ്, 235 mm ഉണ്ട്. സോ നിങ്ങളൊരു 5 feet ഉള്ള ഒരാളാണെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഈ വണ്ടിയിൽ ഓൾട്രേഷൻസ് ഒക്കെ വരുത്താതെയും ഈ ബൈക്ക് ഓടിക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാം. ഈ വീഡിയോയിൽ കട്ടിംഗ് ഒന്നുമില്ല, ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് പറഞ്ഞു പോവുകയാണ്. സോ ലെങ്തി ചിലപ്പോൾ കൂടിയേക്കാം, എന്നിരുന്നാലും കുറച്ച് 2x ഇരുന്നിട്ടാണെങ്കിൽ നിങ്ങൾ കണ്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് RTX 300 എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം ഓർക്കേണ്ടത് ഈ വണ്ടി കുറച്ച് ഹൈറ്റുള്ള വണ്ടിയാണെന്നുള്ളത് നിങ്ങൾ ആദ്യം അറിയണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ അടുത്ത ചേട്ടനാണ്. അപ്പോൾ പറഞ്ഞു വന്നത് RTX 300 എടുക്കുമ്പോൾ തന്നെ ഹൈറ്റുള്ള വണ്ടിയാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇനി നിലവിലെ സാഹചര്യത്തിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം ബൈക്ക് എടുക്കാൻ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ ഉടനെ ഒന്നും ടെസ്റ്റ് ഡ്രൈവ് വണ്ടികൾ വരാൻ ചാൻസ് വളരെ കുറവാണ്. ഒരു ഷോറൂമിൽ തന്നെ 150+ ബുക്കിംഗ് ആണ് കയറിയിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യയിൽ എത്ര ഷോറൂമുകളുണ്ട് TVSന്? അപ്പോൾ അത്രയും വണ്ടികൾ കൊടുത്ത് തീർക്കണ്ടേ, എന്നിട്ട് വേണ്ട ഷോറൂമുകളിലേക്ക് സെപ്പറേറ്റ് ഓരോ വണ്ടി വീതം ടെസ്റ്റ് ഡ്രൈവിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ടെസ്റ്റ് ഡ്രൈവ് വണ്ടികൾ വരുമോ എന്ന് ഓർത്തിരിക്കുവാണെങ്കിൽ കുറച്ച് മണ്ടത്തരമാണ്. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസത്തോളം ഇപ്പം തന്നെ വെയിറ്റിംഗ് ഉണ്ട്. ഇനി നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി വന്നതിന് ശേഷം 3 മാസം കഴിഞ്ഞ് പിന്നെയും എടുക്കും നിങ്ങൾക്ക് വണ്ടി കിട്ടാൻ. സോ വെയിറ്റ് ചെയ്യുന്നവർക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പറഞ്ഞു വന്നത് RTXലേക്ക് നമ്മൾ കയറി ഇരിക്കുമ്പോൾ തന്നെ കുറച്ച് ഹൈറ്റുള്ള ഷൂ മേടിച്ചിടുക ആദ്യമേ. എന്നിട്ട് ലെഫ്റ്റ് ലെഗ് ഞാൻ വീഡിയോയിൽ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞു തരുട്ട്, ഗിയർ ഫസ്റ്റിലായിരിക്കണം വണ്ടി ഓൾറെഡി, അല്ലെങ്കിൽ വണ്ടി നീങ്ങിപ്പോവും. ലെഫ്റ്റ് ലെഗ് എന്ത് ചെയ്യുക, തറയിൽ അങ്ങോട്ട് ചവിട്ടി നിർത്തുക, ഉറപ്പിച്ച് നിർത്തുക. റൈറ്റ് ലെഗ് എന്ത് ചെയ്യുക, നേരെ ബ്രേക്കിൽ അങ്ങോട്ട് ചവിട്ടി നിർത്തുക. 2 കാലം കൂടെ നിങ്ങൾ തറയെ കുത്താൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പോവും, ചിലപ്പോൾ കയ്യിൽ നിന്ന് താഴെ പോവും. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ലെഗിലേക്ക് നല്ല ബലം കൊടുത്തിട്ട് കാലിങ്ങനെ വണ്ടി ചവിട്ടി നിർത്തുക. ഓൾറെഡി ഫസ്റ്റ് ഗിയറിലാണ് വണ്ടി ഇരിക്കുന്നത്, അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ വണ്ടി അങ്ങോട്ട് പൊക്കോളും. അത് ഒന്നാമത്തെ കാര്യം. ഇനി ഓൾട്രേഷൻസ് എന്തൊക്കെ വരുത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ബാക്ക് സസ്പെൻഷൻ അങ്ങ് ഫുള്ള് ലൂസാക്കി ഇടുക, അതായത് സോഫ്റ്റ് ആക്കി ഇടുക. അപ്പോൾ നിങ്ങളൊരു 50 കിലോ മേലെ ഉള്ള ഒരാളാണെങ്കിൽ എന്ത് സംഭവിക്കും, കയറി ഇരിക്കുമ്പോൾ തന്നെ വണ്ടി അങ്ങ് താഴും. നല്ല ട്രാവലുള്ള സസ്പെൻഷനാണ്, അപ്പോൾ വണ്ടി താങ്ങും, അപ്പോഴും നിങ്ങൾക്ക് കാല് കുത്താൻ പറ്റും. രണ്ടാമത് ഫ്രണ്ട് സസ്പെൻഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കുറച്ചും കൂടി കുറയ്ക്കുക, കുറച്ച് ഇറക്കി വെക്കുക, അപ്പോൾ ഫ്രണ്ടും താഴും. ഇനി അതും പോരെങ്കിൽ ഒരു 5000 രൂപ മുടക്കുക, ബാക്ക് ടയർ പ്രൊഫൈൽ കുറഞ്ഞ ടയർ മേടിച്ചിടുക. 60 വരുന്നത്, 150, 60 വരുന്നത്, അത് 155 മേടിച്ചിടുക. അപ്പോൾ ഹൈറ്റ് പിന്നെയും ബാക്കിൽ കുറയും. ഇനി അതും പോരെങ്കിൽ എന്ത് ചെയ്യുക, ഇതിൻ്റെ സീറ്റ് വളരെ നാരോ ആണ്, നല്ല തിക്നെസ് ഉണ്ട്, നല്ല കുഷനിങ് ഉള്ളതാണ്. കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നിരുന്നാലും ഏതെങ്കിലും സീറ്റ് കടയിൽ കൊണ്ടുപോയിട്ട് ചേട്ടാ ലെയർ ഒന്ന് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞാൽ അവർ കട്ട് ചെയ്തിട്ട് ആ സെയിം സാധനം തന്നെ വെച്ചിട്ട് സ്റ്റാപ്പിൾ ചെയ്ത് തരും. അപ്പോൾ പിന്നെയും ഇറങ്ങിയിരിക്കാൻ പറ്റും, അപ്പം തന്നെ വണ്ടി താഴും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. 5 അടി ആയിട്ടുള്ള ആൾക്കും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സെറ്റപ്പ് വെച്ച് സുഖമായിട്ട് ഓടിക്കാം. വെറും 180 കിലോയെ RTX 300 അതായത് ഒരു നോർമൽ, വേറെ ബൈക്കുകളുടെ പേര് ഞാൻ എടുത്ത് പറയാനില്ല. ഇവിടുത്തെ പ്രമുഖ അഡ്വഞ്ചർ വണ്ടികളൊക്കെ നല്ല വെയിറ്റ് ഉണ്ട്. അതിൻ്റെയൊക്കെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞാലും കുറച്ച് കഷ്ടമാണ്. നല്ല ഫ്രണ്ട് എൻഡിൽ നിന്നൊക്കെ നല്ല വെയിറ്റാണ് പല വണ്ടികൾക്കും. പക്ഷേ RTXനെ സംബന്ധിച്ചോളം വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ കിടിലമാണ്. എന്ന് പറഞ്ഞാൽ കിടിലമാണ്. എവിടെ നിന്നാണ് വെയിറ്റ് എന്ന് നമുക്ക് മനസ്സിലാകത്തില്ല, കാര്യം പ്രോപ്പർ വെയിറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാഫിക്കിൽ കൂടെ പോയാലും യൂട്ടേൺ എടുക്കേണ്ട സമയത്താണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ ഒറ്റയടിക്ക് പോയി ഫ്രണ്ട് ബ്രേക്ക് കയറി പിടിക്കരുത്, അതിപ്പോൾ ഏത് വണ്ടിയായാലും മറിഞ്ഞു വീഴും. സോ ബാക്ക് ബ്രേക്ക് ചവിട്ടി വണ്ടി സ്ലോ ആയതിന് ശേഷം ലോഡ് ഫുള്ള് ബാക്കിൽ കൊടുത്തതിന് ശേഷം മാത്രമേ വണ്ടി ഇറങ്ങാവൂ കയറ്റാവൂ. ഒറ്റയടിക്ക് പോയി ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചാൽ ഏത് വണ്ടിയാണെങ്കിലും തലയും കുത്തി വീഴും. സോ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഹൈറ്റ് കൂടുന്നതനുസരിച്ച് നമുക്ക് യാത്രാ സുഖവും കൂടും. ഇപ്പോൾ BMW GS അല്ലെങ്കിൽ മൾട്ടി സ്റ്റാഡ, ആഫ്രിക്ക 20 ഈ വണ്ടിയൊക്കെ കണ്ടിട്ടില്ലേ, നല്ല ഹൈറ്റാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് ഇരുന്ന് പോകുമ്പോൾ നല്ല രാജകീയമായിട്ടിരുന്ന് പോകാൻ നല്ല യാത്രാ സുഖവും കിട്ടും. പിന്നെ അത്യാവശ്യം ബോട്ട് ഹോൾസോ കുഴിയിലൊന്നും ചാടിയാലും പോലും നമുക്ക് നടുവിനൊന്നും വലിയ സ്ട്രെയിൻ വരത്തില്ല. പിന്നെ ഇതിനകത്ത് വേറെ ഓൾട്രേഷൻസ് ഒന്നും വരുത്തണമെന്ന് എനിക്ക് പേഴ്സണലി ഇല്ല, കാരണം ഇതിൻ്റെ ഹാൻഡിൽ ബാറിൻ്റെ ഹൈറ്റ് ആണെങ്കിലും സെറ്റാണ്. പിന്നെ കമ്പനി തരുന്നൊരു ക്രാഷ് കാർഡ് വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഞാൻ ഒരുപാട് ഇങ്ങനെ ആക്സസറീസ്, കമ്പി, കോല് അങ്ങനെയൊന്നും ഞാൻ വെച്ചിട്ടില്ല, കാര്യം എനിക്ക് വണ്ടിയുടെ വെയിറ്റ് കൂട്ടുന്നതിന് വലിയ താല്പര്യമില്ല. എന്തെങ്കിലുമൊക്കെ അഴിച്ചു കളയാൻ പറ്റുമെങ്കിൽ ഞാൻ അതും കൂടെ അഴിച്ചു കളയും.
നിലവിൽ വണ്ടിക്ക് B2B ഉണ്ടല്ലോ ഇൻഷുറൻസ്. ഇപ്പോൾ ഇൻ കേസ് ഒന്ന് വീണാൽ പോലും നമുക്ക് ഇൻഷുറൻസ് കൊടുത്ത് മാറ്റാമേ, വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഓടിക്കുവാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ട്രാഫിക്കിൽ കൂടെ ഒക്കെ കൂത്തി കയറ്റിക്കൊണ്ടൊക്കെ പോകാൻ പറ്റും. പിന്നെ നിങ്ങളുടെ പർപ്പസ് അനുസരിച്ചിരിക്കും. നിങ്ങളിനി ഓഫ് റോഡും അഡ്വഞ്ചറൊക്കെ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രാഷ് കാർഡും മറ്റേ ഇങ്ങനെ വളഞ്ഞു പോകുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വെക്കാം. പക്ഷേ അപ്പോൾ കുഴപ്പമെന്ന് പറഞ്ഞാൽ വെയിറ്റ് കൂടും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റും. 5 അടി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഓടിക്കാം. നമ്മൾ കണ്ടിട്ടില്ല ഈ ചെറിയ പിള്ളേരെ മറ്റേ റാലി ബൈക്കൊക്കെ ഓടിക്കുന്നത്, കുഞ്ഞു പിള്ളേരൊക്കെ അവരൊക്കെ ഓടിക്കാനായിട്ടില്ല. അതൊക്കെ ചാടി കയറി അങ്ങ് പോവാം. അത് കോൺഫിഡൻസ് ആണ് സംഭവം. കാരണം അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഫാദർ 5.3 ആണ്. ഞാൻ വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായി, പുള്ളി ഓടിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ലൂൺ, പുള്ളിക്കാരി മറ്റേ സ്ക്രാംബ്ലർ 400X ഓടിക്കുന്നുണ്ട്. നല്ല പേടിയായിരുന്നു ആദ്യം, പക്ഷേ അങ്ങോട്ട് ഓടി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും സംഭവം സെറ്റായി. നമ്മുടെ സ്വന്തം ബൈക്ക് ആണെങ്കിലുണ്ടല്ലോ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇൻ കേസ് അങ്ങനെ വീഴത്തൊന്നുമില്ല. വീഴാൻ വേണ്ടി അല്ലല്ലോ നമ്മൾ വണ്ടി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഓടിക്കാൻ അറിയാമെങ്കിൽ ഹൈറ്റ് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ ടിപ്പുകളൊക്കെ ഒന്ന് മനസ്സിലോർത്തിരിക്കുക. ബൈക്ക് മേടിക്കുക, സ്വന്തമായിട്ട് ബൈക്ക് മേടിക്കുക. ഒരു തുറന്ന സ്ഥലത്തൊക്കെ പോയി രാത്രിയിലൊക്കെ പോയിരുന്ന് തന്നെ ഓടിച്ച് പഠിക്കുക. സംഭവം ഗിയറൊക്കെ മാറി ഹൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ഒക്കെ ഓടിച്ച് പഠിച്ചിട്ട് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. പിന്നെ കണ്ടിന്യൂസ് ഒരു ലോങ് റൈഡൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ വണ്ടിയായിട്ട് അങ്ങ് ഇണങ്ങും. പിന്നെ വണ്ടി നമ്മുടെ കൈ കിട്ടും. നമ്മൾ വണ്ടിയിൽ നിന്ന് പോയി കണക്ഷൻ വന്നു കഴിഞ്ഞുണ്ടല്ലോ പിന്നെ നമുക്ക് ഹൈറ്റോ ബ്രേക്കിങ്ങോ ഒന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അത്രയും നമുക്ക് വണ്ടീനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ സർവീസ് ചെയ്ത് കൊണ്ട് നടക്കണം. ട്രസ്റ്റിങ് മാത്രം പോരാ, എന്നാൽ മാത്രമേ വണ്ടി നമുക്ക് റിട്ടേൺ തരുള്ളൂ. പിന്നെ ഈ ടിപ്സൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ബൈക്ക് എടുക്കാം. RTX ഓടിക്കാം. RTX നല്ല ഹൈറ്റുള്ള ഏത് വണ്ടിയും ഓടിക്കാം. നിങ്ങൾ എത്ര വണ്ടി ഓടിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ആദ്യമായിട്ട് ഹൈറ്റുള്ളൊരു വണ്ടിയിൽ കയറിയിരിക്കുമ്പം നിങ്ങൾക്കൊരു പേടിയും ബുദ്ധിമുട്ടൊക്കെ തോന്നും. അത് സ്വാഭാവികമാണ്. നിങ്ങൾ ഡെലിവറി വേറെ ഹൈറ്റുള്ള ഒരാളെ കൊണ്ട് വണ്ടി അടുപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ആരും ഇല്ലാത്ത സമയത്ത് സമാധാനത്തോടെ വണ്ടിയിൽ കയറിയിരിക്കുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓർത്തിരിക്കുക. ലെഫ്റ്റ് ലെഗിൽ വണ്ടി നിർത്താൻ പഠിക്കുക. ഫസ്റ്റ് ഗിയർ ഇടുക. മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സുഖമായിട്ട് പോകും. നിർത്തുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട് ബ്രേക്ക് പിടിച്ച് നിർത്താം. ഇനി നിങ്ങൾക്ക് വണ്ടി തിരിക്കാനും മുന്നോട്ടെടുക്കാനൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കാര്യം, വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുക, എന്നിട്ട് ഹാൻഡിലെ പിടിക്കുക, എന്നിട്ട് മുന്നോട്ടും പുറകോട്ടും തള്ളുക. സുഖമായിട്ട് നിങ്ങൾക്ക് തിരിക്കാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് വലിയ ബൈക്സൊക്കെ ചെയ്യുന്നത്. വണ്ടിയിൽ ഇരുന്നുകൊണ്ട് പുറകോട്ട് നീക്കാനും മുന്നോട്ട് നീക്കാനൊന്നും ഒരു വണ്ടിയും പറ്റില്ല ഹൈറ്റുള്ള വണ്ടിയാണെങ്കിൽ. അങ്ങനത്തെ ഒരു വണ്ടി വേണമെങ്കിൽ നമ്മൾ വല്ല സ്കൂട്ടറോ വല്ല സ്പ്ലണ്ടറോ ആക്റ്റീവയോ അല്ലെങ്കിൽ വല്ല യൂണിക്കോണൊക്കെ എടുത്താലേ പറ്റുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ നിങ്ങൾ എന്താ ചെയ്യുക, വണ്ടി കാശ് കൊടുത്ത് മേടിക്കുക. മേടിച്ചതിന് ശേഷം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഓടിച്ചു നോക്കുക. എന്നിട്ടും നിങ്ങൾക്ക് ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ സീറ്റ് കട്ട് ചെയ്ത് കളയാം. അതല്ലെങ്കിൽ ടയർ മാറുക. 5000 രൂപ കൊടുത്ത് ടയർ മാറിയാലും നഷ്ടമൊന്നുമില്ല. ടയർ മാറി ലോ പ്രൊഫൈൽ ടയർ ഇടുക. ഫ്രണ്ട് സസ്പെൻഷനും ബാക്ക് സസ്പെൻഷനും അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ മതി. ഇനി ഒന്നും പറ്റുന്നില്ലെങ്കിൽ ബാക്ക് സസ്പെൻഷൻ മാറ്റിയിട്ട് അതിന് അനുയോജ്യമായിട്ടുള്ള ഷോർട്ടായിട്ടുള്ള ബാക്ക് സസ്പെൻഷൻ ഏതെങ്കിലും വണ്ടിയുടെ സ്യൂട്ടബിൾ ആയിരിക്കുമെന്നേ, അത് നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് പറയാം. ഞാൻ മിക്കവാറും R38-ൻ്റെയൊക്കെ സ്യൂട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഇനി അതിൻ്റെ ചെയിൻ അഡ്ജസ്റ്റ്മെൻറ്റും സ്വിംഗ് ആമിൻ്റെയൊക്കെ ഒരു കണക്റ്റൊക്കെ നോക്കണം. എന്തെങ്കിലും ഓൾട്രേഷൻ വരുത്തിയാൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമുക്ക് ഓൾട്രേഷൻസൊക്കെ വരുത്തി നമ്മുടെ വണ്ടി നമുക്ക് രീതിയിലാക്കാനൊക്കെ പറ്റും. പിന്നെ നിങ്ങൾക്ക് എന്താ അറിയേണ്ട വണ്ടിയെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. നല്ലൊരു സാഹചര്യത്തിൽ RTXനെ പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞായിരുന്നു. വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. എന്തായാലും എൻ്റെ മോണിറ്റൈസേഷനൊക്കെ കട്ടായി കിടക്കുക, അത് കുഴപ്പമില്ല, അത് സാരമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടുതൽ വീഡിയോസ് കാണണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കയറി ഫോളോ അടിക്കുക. ഇത് _വൈപ്പർ പൈലറ്റ്. അപ്പോൾ ടാറ്റ, ശ്വാസം മുട്ടുന്നു. ഹെൽമെറ്റ് വെച്ചിട്ട് കഴിഞ്ഞപ്പോൾ ശരി, എന്നാൽ കട്ട് ചെയ്യാൻ പോവാം. ബൈ ബൈ.